2025 നവംബർ 1 കേരളത്തിന് 70 വർഷം തികയുകയാണ്. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കപ്പെടുന്നത്. 1921 മുതൽ തന്നെ ഐക്യ കേരളം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ, തിരുകൊച്ചി, മലബാർ 3 ഭാഗങ്ങളായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തും സ്വാതന്ത്ര്യാനന്തരവും കേരളം ഉണ്ടായിരുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിരുന്നു. മലബാർ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. ബ്രിട്ടീഷ് മലബാർ ആയിരുന്നു. EMS വിശേഷിപ്പിച്ചത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നായിരുന്നു. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ അറ്റത്ത് അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിലായി 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ സവിശേഷമായ യാത്രയിൽ നാഴികക്കല്ലായ പല ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നത് കേരളത്തിലായിരുന്നു. 1957 EMS മന്ത്രിസഭ. 1957 ഏപ്രിൽ 5 അധികാരമേറ്റ EMS മന്ത്രിസഭയാണ് സുപ്രധാനമായ ഭൂപരിഷ്കരണ നിയമം ഇവിടെ പാസ്സാക്കുന്നത്. കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളിൽ ഒന്ന് സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കടന്നു എന്നതാണ്. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1989 എറണാകുളം ജില്ല ആദ്യത്തെ സാക്ഷര ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിൻ്റെ പുരോഗതിയുടെ വഴിയിൽ കുറി അടയാളമായി നിൽക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്, സാക്ഷരതയാണ്. കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം നമ്മുടെ സാക്ഷരതയും വിദ്യാഭ്യാസവും തന്നെയാണ്. കടലും കരയും മലയും കൈകോർത്ത് നിൽക്കുന്ന മലയാള മണ്ണിൽ മനുഷ്യ മനസ്സുകളും ഒന്നായി നിൽക്കുന്നു എന്നത് കേരളത്തിൻ്റെ സവിശേഷതയാണ്. വളരെ അഭിമാനം നൽകുന്ന ഭൂതകാലമായിരുന്നില്ല നമുക്കുണ്ടായിരുന്നത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ, ഈ അവസ്ഥയിൽ നിന്നാണ് നാം കടന്നു വന്നത്. തൊട്ടുകൂടായ്മയിൽ നിന്നും കൂട്ടായ്മയിലേക്ക് വളർന്ന മലയാളിക്ക് പഠനവും പ്രണയവും പ്രളയവും പാർട്ടി പ്രവർത്തനവും പ്രവാസവും എല്ലാം ഒന്നിക്കാനുള്ള വഴികളായിരുന്നു. സമൂഹമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പാരലൽ വേൾഡിൽ, സമാന്തര ലോകത്തല്ല സമൂഹമധ്യേ മലയാളികൾ, കേരളീയർ ജീവിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഓരോ വർഷവും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. 52 places to visit in 2023. ആ ലിസ്റ്റിൽ ഭൂട്ടാൻ കഴിഞ്ഞ് 13ാമത്തെ സ്ഥാനത്ത് കേരളം ഇടം പിടിച്ചിരുന്നു. ആ സൗന്ദര്യവും ദൃശ്യവശ്യതയും കണ്ടതുകൊണ്ടായിരിക്കാം വയലാർ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നെഴുതിയത്. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.